السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. اللهم اجعلنا منهم. صدق الله العظيم. അൽസലാമ വിജ്ഞാനജാലകം ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ നാം ചർച്ച ചെയ്തത് സൂറത്തു ഫുസ്സിലത്തിലെ 3 ആയത്തുകളാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ അരികിലേക്ക് അവന്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടി റഹ്മത്തിന്റെ മാലാഖമാര് വന്നുകൊണ്ട് അവനെ ആശ്വസിപ്പിക്കുന്ന രംഗങ്ങൾ. അതോടൊപ്പം സൂറത്തു നഹ്ലിലെ 32-ാം സൂക്തം, ആ റഹ്മത്തിന്റെ മാലാഖമാർ എങ്ങനെയാണ് അവന്റെ അരികിലേക്ക് കടന്നു വരുന്നത്. മാഷാ അല്ലാഹ്. അല്ലദീന തതവഫാഹുമുൽ മലായിക. ഈ ആയത്തിന്റെ തൊട്ടു മുമ്പ് സ്വർഗത്തിൽ കടക്കുന്ന മുത്തഖീങ്ങളെ കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്. ആരാണ് സ്വർഗത്തിൽ കടക്കുന്ന മുത്തഖീങ്ങളെന്നറിയുമോ? അല്ലദീന തതവഫാഹുമുൽ മലായികത്തു ത്വയ്യിബീൻ. അവരുടെ ആത്മാവുകളെ റഹ്മത്തിന്റെ മാലാഖമാർ അവര് പരിശുദ്ധരാണ്. പാപത്തിന്റെ കറ പുരളാത്തവരാണ്. ശിർക്കിന്റെ കറ ഒരിക്കലും തന്റെ പുരളാത്ത പരിശുദ്ധരായ അവരുടെ ആത്മാവുകളെ റഹ്മത്തിന്റെ മാലാഖമാരി ഏറ്റെടുത്തവരാണ് അവര്. എങ്ങനെ? യഖൂലൂൻ. റഹ്മത്തിന്റെ മാലാഖമാർ അവരുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി വരുമ്പോ അവരോട് പറയും, സലാമുൻ അലൈക്കും, അല്ലാഹുവിന്റെ സലാം നിങ്ങൾക്കുണ്ടാവട്ടെ. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, ഒരു മുഅ്മിനായ മനുഷ്യന്റെ മരണം മാസന്നമായി കഴിഞ്ഞാൽ ജാഅഹു മലക്കുൽ മൗത്ത് അവന്റെ അരികിൽ വരും. ഫഖാൽ, എന്നിട്ട് അവനോട് പറയും, അസ്സലാമു അലൈക യാ വലിയല്ലാഹ്, അള്ളാഹുവിന്റെ വലിയ എന്നാണ് അവനോട് അഭിസംബോധനം ചെയ്യുന്നത്. അള്ളാഹു ഏറ്റെടുത്ത മനുഷ്യ എന്നർത്ഥം. നിനക്ക് അള്ളാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ. അള്ളാഹു യഖ്റഉ അലൈക്കസ്സലാം, അള്ളാഹു നിനക്ക് സലാം പറഞ്ഞിരിക്കുന്നു മനുഷ്യ. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയും, നീ മരിക്കുന്നതോടുകൂടി ഉദ്ഖുലുൽ ജന്ന, നേരെ നിങ്ങൾ അങ്ങോട്ട് സ്വർഗത്തിൽ കടന്നോളൂ. ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ ചെയ്ത സൽക്രമങ്ങളുടെ ഫലമായി നേരെ മരണത്തോടുകൂടി സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കാൻ നേരെ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പൊയ്ക്കോളൂ എന്നുകൂടി അവനോട് പറയപ്പെടും. മലക്കുകൾ സലാം പറഞ്ഞുകൊണ്ടാണ് അവന്റെ അരികിലേക്ക് കടന്നു വരുന്നത്. അള്ളാഹു അത് കേൾക്കാൻ നമുക്കൊക്കെ തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അതോടൊപ്പം എപ്പോഴും നാം ഓതാറുള്ള സൂറത്തുൽ ഫജ്റിന്റെ അവസാനത്തെ ഒരു ഭാഗമുണ്ട്. ഇതുകൂടി ഇതിന്റെ കൂടെ ചേർത്തി വായിക്കേണ്ടതാണ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതം മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അവരോട് പറയും, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന. അതിന്റെ അർത്ഥം യാ അയ്യത്തുഹൻ നഫ്സു ത്വാഹിറത്തു സക്കിയ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടി ഇതൊക്കെ പറയുന്നതോടൊപ്പം റഹ്മത്തിന്റെ മാലാഖമാര് പറയും, ഓ പരിശുദ്ധ ആത്മാവേ. അവന്റെ ആത്മാവിനോട് പറയുകയാണ്, ഇർജിഇ, മടക്കത്തിന്റെ സമയമായിരിക്കുന്നു, മടങ്ങിക്കോളൂ. ഇലാ റബ്ബികി, നിന്റെ റബ്ബിലേക്ക്. റാളിയത്തൻ മർളിയ, റാളിയത്തൻ മർളിയ, നീ വളരെ സംതൃപ്തനാണല്ലോ, നീ വളരെ സംതൃപ്തനാണ്, സംതൃപ്തനായി. മർളിയത്തൻ, അള്ളാഹു തൃപ്തിപ്പെട്ടവനായും. നീ അള്ളാഹുവിനെ തൊട്ടും സംതൃപ്തനാണ്, അള്ളാഹു നിന്നെ തൊട്ടും സംതൃപ്തനാണ്. അങ്ങനെ റാളിയത്തം മർളിയത്തായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങിക്കോളൂ. മടക്കത്തിന്റെ സമയമായിരിക്കുന്നു. റാളിയത്തം മർളിയത്തായി നീ മടങ്ങുമ്പോ ഇർജിഇ ഇലാ റബ്ബികി റാളിയത്തം മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സജ്ജനങ്ങളോടൊന്നിച്ച് നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ എന്നുകൂടി അവനോട് പറയും. നാമൊക്കെ ദുആ ചെയ്യാറുണ്ട് പലപ്പോഴും. തവഫനി മുസ്ലിമൻ,
വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, സജ്ജനങ്ങളോട് ചേർത്തി സ്വർഗത്തിലേക്ക് ഇനി എനിക്ക് പ്രവേശനം നൽകണം. അത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെയും പറയുന്നത്. ഒരു സ്വഹാബി ഈ ആയത്ത് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വെച്ചുകൊണ്ട് ഓതിയ ഒരു സംഭവമുണ്ട്. റുബിയ അന്ന റജുലൻ ഖറഅ ഇൻദൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാദിഹിൽ ആയാത്ത്. സൂറത്തുൽ ഫജ്റിന്റെ അവസാനത്തെ ഈ ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വെച്ചുകൊണ്ട് ഒരു സ്വഹാബി അങ്ങോട്ട് ഓതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെയുണ്ട്. ഇത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂടെയുണ്ടായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഇങ്ങനെ കേട്ടപ്പോ മാ അഹ്സന ഹാദാ, അവിടെന്ന് പറഞ്ഞു, എന്തൊരു നല്ല വാക്കാണ്, എന്തൊരു നന്മയാണ് ഇത്. ഒരു മുഅ്മിനായ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് നിനക്ക് മടക്കത്തിന്റെ സമയമായി, സജ്ജനങ്ങളോട് ഒന്നിച്ചു സ്വർഗത്തിൽ കടന്നോളൂ എന്ന് റഹ്മത്തിന്റെ മാലാഖമാര് വന്നുകൊണ്ട് പറയുന്ന ആ രംഗം എത്ര മനോഹരമാണ് എന്ന് പറഞ്ഞപ്പോ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, യാ സിദ്ദീഖ് ഇന്നൽ മലക സയഖൂലു ഹാലക്. ഈ വാക്യം കേട്ടുകൊണ്ട് നിനക്ക് മരിക്കാൻ സൗഭാഗ്യമുണ്ടാകും സിദ്ദീഖ് എന്നവരെ എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഈ ആയത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ചില ആയത്തുകളൊക്കെ നമ്മൾ നരകത്തെക്കുറിച്ച് പറയുമ്പോൾ നരകത്തെക്കുറിച്ച് കാവൽ തേടണം. ചില ആയത്തുകള് നിസ്കാരത്തിലൊക്കെ നമ്മൾ ഓതുമ്പോൾ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവേ എനിക്കിനി സ്വർഗം നൽകണം, അറബിയിൽ നമ്മൾക്ക് പറയാം എന്നതുപോലെ ഈ ആയത്ത് മോദി അവസാനിപ്പിക്കുമ്പോ അതിന്റെ അർത്ഥം ഇങ്ങനെ ചിന്തിച്ചിട്ട് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. വളരെ സംതൃപ്തിയോടുകൂടി സജ്ജനങ്ങളായ സ്വാലിഹീങ്ങളോട് ഒന്നിച്ച് സ്വർഗത്തിൽ കടന്നോളൂ എന്ന് ഒരു മുഅ്മിനായ മനുഷ്യനോട് പറയപ്പെടും എന്നുള്ള ആ ആയത്ത് ഓതി അതിന്റെ അർത്ഥം ചിന്തിച്ചിട്ട് അവിടെ മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് പറയുക, അല്ലാഹുമ്മ ജഅൽനി മിൻഹും, പടച്ചവനെ ആ കൂട്ടത്തിൽ സാധുവായ എന്നെയും ഉൾപ്പെടുത്തണേ എന്ന് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുമ്പോൾ റഹ്മത്തിന്റെ മാലാഖമാര് വന്നുകൊണ്ട് സന്തോഷത്തിന്റെ വചനങ്ങൾ പറയുമ്പോൾ അത് കേട്ട് സന്തോഷത്തോടെ സ്വർഗം കണ്ട് മരിക്കാൻ, സ്വർഗം കണ്ട് മരിച്ച് മരണ ദിവസം പെരുന്നാളാക്കി മാറ്റാൻ, സന്തോഷ ദിനമാക്കി മാറ്റാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.